അല്ലെങ്കിൽ വംശത്തിലോ പ്രത്യേക ശാസ്ത്രങ്ങളിലോ അല്ലെങ്കിൽ പ്രത്യേകമായ ഏതെങ്കിലും ഒരു മതത്തിലൊന്നും വിശ്വസിക്കാത്ത വ്യക്തിയാണെങ്കിലും ശരി, ഇതൊന്നും യേശുവിനെ സ്വീകരിക്കുന്നതിന് തടസ്സമല്ല. നിന്റെ ജീവിതത്തിൽ നീ യേശുവിനെ സ്വീകരിക്കാൻ തയ്യാറായാൽ മതി, നീ വിശ്വസിക്കാൻ തയ്യാറായാൽ മതി. കർത്താവായ യേശുവിൽ നീ വിശ്വസിക്കുമ്പോൾ നിന്റെ കുടുംബം അനുഗ്രഹം പ്രാപിക്കും. റോമാലേഖനത്തിൽ ബൈബിളിൽ ഒരു പുസ്തകമാണ്, റോമായിലെ സഭയ്ക്ക് എഴുതിയ ഒരു ലേഖനമുണ്ട്. അതിന്റെ 10-ാമത്തെ അധ്യായം 13-ാമത്തെ ലിഖിതം. അവിടെ വചനം പഠിപ്പിക്കുന്ന ഇങ്ങനെയാണ്: കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും. യേശുവിനെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും. ഇന്ന് നിന്റെ ജീവിതത്തിൽ ഏറെ അകലെയാണെങ്കിൽ, നിന്റെ സമ്പാദ്യങ്ങൾ നിന്നിൽ നിന്നും വേർപെട്ടുപോയിട്ടുണ്ടായെങ്കിൽ, അധ്വാന മേഖലകളിൽ പ്രതിസന്ധികളിലൂടെ നീ കടന്നു പോകുന്നുണ്ടായെങ്കിൽ, നിന്റെ മക്കളെ നീ പഠിപ്പിച്ചിട്ടും അല്ലെങ്കിൽ അവർക്ക് വിദ്യാഭ്യാസം നൽകിയിട്ടും ഒരു ലെവലിലേക്ക് അവർ വളരാനായിട്ട് സാധിക്കാതെ പോയിട്ടുണ്ടായെങ്കിൽ, ഒരുപക്ഷെ ലഹരി വസ്തുക്കളുടെ അടിമത്തങ്ങളിൽ അവരുടെ ജീവിതങ്ങൾ ഇന്ന് തകർച്ചയിലൂടെ കടന്നു പോകുന്നുണ്ടായെങ്കിൽ, നീ ഇന്ന് സങ്കടത്തിലും വലിയ പ്രതിസന്ധിയിലും ഞെരുക്കത്തിലും കടന്നു നീ പോകുന്നുണ്ടായെങ്കിൽ, നീ യേശുവിനെ നീ സ്വീകരിക്കണം. നിന്റെ ജീവിതത്തിൽ യേശുവിന് നീ സ്ഥാനം കൊടുക്കണം. ആ യേശുവിൽ നീ വിശ്വസിക്കാൻ തയ്യാറാകുമ്പോൾ നിന്റെ ജീവിതങ്ങൾ, നിന്റെ മക്കൾ, നിന്റെ തൊഴിൽ മേഖലകൾ, നിന്റെ സാമ്പത്തിക മേഖലകൾ, നിന്റെ ആത്മാവ്, ഇതെല്ലാം നിന്റെ ജീവിതത്തിൽ സുരക്ഷിതമായിട്ട് മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഈ സായങ്കാലത്ത് ഞങ്ങൾ ദൈവവചനം ഇന്ന് നിങ്ങളുമായി വിശുദ്ധ സുവിശേഷം പങ്കുവയ്ക്കുമ്പോൾ, വിശുദ്ധ സുവിശേഷത്തിൽ നിങ്ങളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ സങ്കടങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു ദൈവമുണ്ട്, ഒരു യേശുവുണ്ട്, ഒരു ദൈവപുത്രൻ.